അതുവരെയും ശ്രദ്ധിക്കായിരുന്ന ഒരു സംഭവം 2024 ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ വിജയിച്ചത് ബഹുമാനായ ശ്രീ നരേന്ദ്രമോദിയുടെ പാർട്ടിയായ BJP ഏകദേശം 275ഓളം സീറ്റിനുള്ളിൽ നേടിക്കൊണ്ട് 3-2 ഭൂരിപക്ഷത്തോടെ ഇന്ത്യയിലെ പുതിയ ഭരണകക്ഷിയായി വരികയും ചെയ്തു. കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദി ജയിക്കുകയും ഇതിനെ തുടർന്നുള്ള മൂന്നാമത്തെ ജയം ലോകത്ത് പലരെയും അമ്പരപ്പിക്കുക മാത്രമല്ല പ്രയാസപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് പല വാർത്താ ഏജൻസികളുടെയും പലരുടെ അഭിപ്രായങ്ങളുടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. ഒരിക്കലും ഇന്ത്യൻ ജനത കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഉദാഹരണമായി, ഒരു രാജ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം പലരും ആ തെരഞ്ഞെടുപ്പിനെ പ്രശംസിച്ചുകൊണ്ടും നിരൂപണം നടത്തിക്കൊണ്ടും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ 2024 നടന്ന ഇലക്ഷന് ശേഷം ഒരുപാട് രാജ്യത്തിൻ്റെ ഭരണത്തലവന്മാർ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവരുടെ പാർട്ടി വളരെയധികം ബുദ്ധിമുട്ടും എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാനഡ, ജർമ്മനി, ടർക്കി, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചെക്ക് റിപ്പബ്ലിക്, ഏഷ്യയിലെ ചില രാജ്യങ്ങൾ തുടങ്ങിയവരെല്ലാം ഇതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിൽ വളരെ തുറന്ന് നീരസം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുമുണ്ടായി. ലോകത്ത് മുഴുവനും പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫണ്ട് ട്രാൻസ്ലേറ്റർ, അതായത് പ്രധാനപ്പെട്ട ഒരു മാനിപ്പുലേറ്റർ ജോർജ് സോറോസ് മുൻപും പല രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ പല രാജ്യങ്ങളിലും ഫണ്ട് കൊടുത്ത് ആ രാജ്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യിച്ചു, അവിടുത്തെ തിരഞ്ഞെടുപ്പുകളെ മാനിപ്പുലേറ്റ് ചെയ്യിച്ചു, അവിടുത്തെ ഭരണക്രമത്തെ മാനിപ്പുലേറ്റ് ചെയ്യിച്ചു. എപ്പോഴും പള്ളികൾ ഭരണം നിയന്ത്രിക്കുന്ന, ശരിക്കും ആ രാജ്യത്തിൻ്റെ കഷ്ടതകളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങൾ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെടാത്ത രാജ്യങ്ങളിൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭരണക്രമത്തെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ജോർജ് സോറോസിനെ പോലെയുള്ള ആൾക്കാർ. ഇത് വളരെ വ്യക്തമായി പ്രതിരോധ വകുപ്പും അതിലെ നയതന്ത്ര വകുപ്പും അല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഇത് വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് ജനങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്.